Hey guys, welcome to another episode of RS Pro Wheels. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം ക്രൂസ് കൺട്രോളിനെ കുറിച്ചുള്ളതാണ്. ഈ ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകളെല്ലാം ഞങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. Hey guys, welcome back to RS Pro Wheels. My name is Sean. Thanks for sticking around. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞതുപോലെ ക്രൂസ് കൺട്രോളിനെ കുറിച്ച് മാർക്കറ്റിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പോൾ ഷോറൂംകാരാണെങ്കിൽ ഇത് ഒരുപാട് പ്രൊമോട്ട് ചെയ്യാറില്ല. കേരളത്തിൽ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഇതാരും ചെയ്യുന്നില്ല. ചെയ്യുന്നത് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലുള്ള ഡീലേഴ്സ് ഒക്കെയാണ്. പക്ഷെ അവർ തന്നെ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്യുന്നത് 3,000 to 5,000 rupees ഇടയിലായിരിക്കും, ഇൻക്ലൂഡിംഗ് പ്രോഡക്റ്റ് ആൻഡ് ഇൻസ്റ്റലേഷൻ. അപ്പൊ അവർ ഇത്ര ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയുന്ന ഒരു കാര്യം, ഈ ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എറർ മെസ്സേജ് വരാറുണ്ട് സിസ്റ്റത്തിൽ. അപ്പൊ ഈ എറർ മെസ്സേജ് ഇല്ലാതെ വരാൻ വേണ്ടിയിട്ടാണ് അവർക്ക് എന്തോ ഒരു കോക്ക് സ്പ്രിംഗ് ഉണ്ട്, അത് മാറ്റിയെടുക്കണം എന്നൊക്കെ പറയും. ആ ഒരു കാരണം പറഞ്ഞിട്ടാണ് അവർ ഇത്ര ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ അവർ കാരണം പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയോ വലിയ പണിയുണ്ട്, നമുക്ക് ഒരുപാട് പൈസ അതുകൊണ്ടാണ് ചെലവാകുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അത് ശരിക്കും തെറ്റാണ്. അപ്പൊ ഞങ്ങൾ ഈ ഒരു വില എല്ലാം കേട്ടിട്ട് ഞങ്ങൾ ശരിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഇത്ര പൈസ വരും ഈ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പാർട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ എന്നുള്ളത് ആലോചിച്ചിട്ട് ഞങ്ങൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിസർച്ച് ചെയ്യുന്നതിന്റെ ഭാഗത്തായിട്ട് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, ഇത് കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇത് മനസ്സിലായതിന് ശേഷം ഞങ്ങൾ ആ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു. ഈ ക്രൂസ് കൺട്രോളിന്റെ പാർട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു, വണ്ടിക്കകത്ത് ക്രെറ്റയ്ക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിനകത്ത് സെപ്പറേറ്റ് വയറിംഗ് കിറ്റിന്റെ പോലെ ആവശ്യം വരുന്നില്ല. ഇതൊരു സിമ്പിൾ പ്ലഗ് ആൻഡ് പ്ലേ ഓപ്പറേഷനാണ്. അപ്പൊ ഇത് ഇട്ടതിന് ശേഷം ഞങ്ങൾക്ക് വേറൊരു കാര്യം പിടികിട്ടിയത് ഇതിനകത്ത് യാതൊരു എറർ മെസ്സേജും കാര്യങ്ങളൊന്നും വരത്തില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഓപ്പറേഷൻ മാത്രം. ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു വീട് കെട്ടുമ്പോഴത്തേക്ക് നമ്മൾ വീടിനുള്ള വയറിംഗ് ഇടും അല്ലേ? ആ വയറിങ്ങിനകത്ത് ഇന്ന് നമുക്ക് ഒരു കണക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ച് ഇട്ടിട്ട് ഒരു ഓൺ ആക്കി കഴിഞ്ഞാലല്ലേ അതിൽ നിന്ന് പവർ കിട്ടത്തുള്ളൂ. അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇതിനകത്ത് ഓൾറെഡി സ്റ്റിയറിങ്ങിനകത്ത് തന്നെ ഇതിന്റെ ഒരു ക്രൂസ് കൺട്രോളിന്റെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്. ആ സോക്കറ്റ് ആയിട്ട് ഈ പാർട്ടിനെ കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ക്രൂസ് കൺട്രോളിന്റെ പ്രോഡക്റ്റ് കിട്ടുന്നത് 1,666 ആണ്, 1,666 രൂപയാണ്. ഇതേ സെയിം പ്രൈസിലാണ് ഡൽഹിയിൽ ഉള്ള ഡീലേഴ്സിനെ കിട്ടുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ ആരും വേറെ ചാനൽസിലൊന്നും വലുതായിട്ട് പറയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ലാഭം അതിന് കുറഞ്ഞു കിട്ടും. ഇതുപോലെ ഒരുപാട് പേര് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് ഈ പറയുന്ന ക്രൂസ് കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 3,000-5,000 രൂപ മേടിക്കുന്ന ആൾക്കാരുണ്ട്. അവരിത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലാഭം പോകും. അതുകൊണ്ട് അവരത് പറയത്തില്ല. പക്ഷെ ഞങ്ങളുടെ ചാനലിനകത്ത് നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷനാണ് ഞങ്ങൾ ഈ ചാനൽ എപ്പോഴും തരാൻ ഇല്ലെങ്കിൽ അവതരിപ്പിക്കാൻ നോക്കുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ക്രൂസ് കൺട്രോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ക്രൂസ് കൺട്രോളിനകത്ത് ഒരു പ്ലേ പോസ് ബട്ടൺ ഉണ്ട്. ക്രൂസ് കൺട്രോൾ സ്റ്റാർട്ട് ആവുന്ന സ്പീഡ് റേഞ്ച് 30 km/h ആണ്. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോ ഹൈവേയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റോഡിൽ പോവുക 40 km/h പോയിട്ട് ക്രൂസ് കൺട്രോളിന് പ്ലേ ബട്ടൺ ഞെക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ആവും. എന്നിട്ട് നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാലും അതേ സെയിം 40 km/h സ്പീഡിൽ തന്നെ ക്രൂസ് കൺട്രോൾ നമ്മുടെ വണ്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ബ്രേക്ക് ഞെക്കി കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡീആക്ടിവേറ്റ് ആവും. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ ഡീആക്ടിവേറ്റ് ആവും. എന്നിട്ട് വീണ്ടും പ്ലേ ബട്ടൺ ഞെക്കുന്നുണ്ടെങ്കിൽ വീണ്ടും 40 km/h സ്പീഡിലോട്ട് വണ്ടീനെ കൊണ്ടുപോകും. ഇപ്പൊ ക്രൂസ് കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്യാനും ഉപയോഗിക്കാനും ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് 5,000-3,000 രൂപ ഒന്നും ചെലവാക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ഈ പ്രോഡക്റ്റ് 1,666 രൂപയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഇൻസ്റ്റാളർ കണ്ടെത്തുക. ആ ഇൻസ്റ്റാളറിനെ കൊണ്ട് സ്റ്റിയറിംഗ് വീൽ ഇളക്കുക, അവരെ കൊണ്ട് തന്നെ അത് ഫിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ്, വ്യത്യാസം ഇത്രേ ഉള്ളൂ. വയറിംഗ് കിറ്റ് ഇതിനകത്ത് വരില്ല. That's all for today. I hope you found this useful and informative. Please do like, share and subscribe. Remember to hit the bell icon to receive notification of when we post our next videos. Till the next time, this is Sean from RS Pro Wheels signing off.